ഞാൻ ബ്ലാക്ക് ഫിനിഷും ക്രോം ട്രീറ്റ്മെൻറ്റൊക്കെ കൂടി ചേർന്ന ഒരു പ്രീമിയം. ഇനി ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് 381 ലിറ്റർ ഓഫുള്ള ഒരു ബട്ടൺ. സെറ്റിങ്സ് പോവുകയാണെങ്കിൽ സെറ്റിങ്സ് കാറ് ക്രോം പ്ലേറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഹെഡ്ലാമ്പ് സ്കോഡ എന്ന വാഹനം കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലായ ഒരു കാര്യം സേഫ്റ്റി റിലേറ്റഡ് ഒരു വാഹനം നിർമ്മാണം. ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഫുൾ ഓപ്ഷൻ്റെ. ഇത് വാല്യൂ ഫോർ മണി സെക്കൻഡ് വേരിയൻ്റ് ആണ് കൊടുക്കുന്നത്. പലരും നമ്മൾ പുതിയ സോറി. അപ്പോൾ ഇതാണ് സ്കോഡ കുഷാക്കിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് ലൈൻ മോഡൽ അതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഗ്രിൽ യൂണിറ്റാണ് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല ചുറ്റും ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് പോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഹെഡ് ലാമ്പ് കയറി നിൽക്കുന്ന രീതിയിലാണ് ഗ്രില്ല് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ക്രോം പ്ലേറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഹെഡ് ലാമ്പ് ഇറങ്ങി വന്ന രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ സ്കോഡ വീഡിയോ ലോഗോ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്യാരക്ടർ ലൈൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ സ്കോഡിൽ ഒരുപാട് ക്യാരക്ടർ ലൈൻസ് ഉണ്ടാവും. നമ്മൾ ഫ്രണ്ടിൽ കണ്ടപോലെ ബാക്കിലും ക്യാരക്ടർ ലൈൻസ് വരുന്നുണ്ട്. പിന്നെ പ്രൊജക്റ്റഡ് LED ഹെഡ് ലാമ്പിൻ്റെ വന്നുള്ളത് താഴെ DRL കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നേരെ താഴെയാണ് ഫോഗ് ലാമ്പ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫോഗ് ലാമ്പ് ഹൗസിങ് കൊടുത്താൽ പ്രീമിയം ലുക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഫുൾ ഓപ്ഷൻ ഇപ്പോൾ ഇവിടെ ഒരു ക്രോം ഇൻസേർട്ടൊക്കെ വരും. പക്ഷേ ഇത് താഴത്തെ വേരിയൻ്റായി ക്രോം ഇൻസേർട്ട് ഇല്ല. അതാണ് ഫ്രണ്ട് പ്രൊഫൈൽ വന്ന യാഗം മാറ്റം എന്ന് പറയുന്നത്. പിന്നെ ഗവൺമെൻറ്റിൽ ഫിനിഷിൽ താഴെ ബം പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ വേരിയൻറ്റിൽ വന്ന ഫ്രണ്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത്. നമ്മൾ നേരെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ 16 ഇഞ്ച് സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയും. 16 ഇഞ്ച് വീല വന്നിട്ടുള്ളത്. ഫുൾ ഓപ്ഷൻ പോകുന്നത് ഡയമണ്ട് കട്ട് അലോവിലാവും. ഇതിൽ നേരെ താഴെ വരണം 16 ഇഞ്ച് വീല വന്നുള്ളത്. നമ്മൾ വീൽ ആർച്ചസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്കോഡൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും ക്രോം ട്രീറ്റ്മെൻറ്റൊക്കെ കൂടി ചേർന്നുള്ള ഒരു പ്രീമിയം ലുക്കിലാണ് ആ സ്കോഡൻ്റെ ഒരു ബാഡ്ജിങ് വന്നുള്ളത്. സൈഡ് വ്യൂ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ 10 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഒരു പോർഷനും കൊടുത്തിട്ടുണ്ട്. അത് ഭംഗിയുള്ള രീതിയിൽ വന്നുള്ളത്. ഇപ്പോൾ ഡോർ ഹാൻഡിൽ ഫുൾ ഓപ്ഷൻ കൊടുത്തത് ഇവിടെ ഒരു ക്രോം ഇൻസേർട്ട് ഉണ്ടാവും. പക്ഷേ ഇതിൽ ക്രോം ഇൻസേർട്ടില്ല, നോർമൽ ഡോർ ഹാൻഡിൽ വന്നുള്ളത്. പിന്നെ റൂഫ് റെയിൽ ഇത് ഫങ്ഷനാണ്. റൂഫ് റെയിൽ വന്നുള്ളത്. ഇത്ര കുലിക്കാനും ഒരു മാറ്റം ഉണ്ടാവില്ല. അതാണ് ആ രീതിയിൽ വന്നിട്ടുള്ളത്. ഫ്രണ്ട് പറഞ്ഞ സെയിം വീല് ബാക്കിൽ വന്നുള്ളത് 16 ഇഞ്ച്. ഞാൻ നാളെ ബാക്ക് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് സ്കോഡയിൽ വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വൈപ്പേഴ്സ്, ഡിഫോഗ് ലൈൻസ്, ഷാർഫിൻ ആൻറ്റിന, ചെറിയൊരു സ്പോയിലറിന് കൊടുത്തിട്ടുണ്ട്. ഹൈപ്പോൺ സ്റ്റോപ്പ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സെക്ഷനായിട്ടാണ് ടെയിൽ ലാമ്പ് വന്നിട്ടുള്ളത്. അതിലും ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ എലമെൻറ്റ് ഇൻറ്റീരിയറിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ താഴെ റിഫ്ലക്ഷൻ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുഷാകുന്ന വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൽ ഫിനിഷിലൊരു ബാക്ക് ബമ്പറും നമ്മൾ ഫ്രണ്ടിൽ കാണിച്ചിട്ടുണ്ട്. ഒരു ബമ്പർ യൂണിറ്റ്, പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് 381 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വന്നുള്ളത്. ബൂട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസിലെ ബൂട്ട് സ്പേസാണ് വന്നിട്ടുള്ളത്. നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. താഴെ സ്പെയർ വീലും ടൂൾ കിറ്റും താഴെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാം. ഈ 2 സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ 3 kg ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3 kg തൂക്കിയിടാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ലഗേജ് പോകുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ കാര്യം കൂടെ തൂക്കിയിടാം. ആ രീതിയിലാണ് അവിടെ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണത് ക്ലോസ് ചെയ്യണത്. നമർത്തി അടച്ചാലാണ് അത് ക്ലോസ് ആവുള്ളൂ. കണ്ടോ, ഇപ്പോൾ ഇത് ക്ലോസ് ആയിട്ടില്ല. നമ്മളൊന്നും കൂടി ഒന്ന് അമർത്തി അടക്കണം. ഇപ്പോഴാണിത് ക്ലോസ് ആയത്. നമ്മൾ നേരെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഡോർ പോഷൻ ഒക്കെ വിൻഡോ കളേഴ്സും കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഫുൾ ഓപ്ഷനുള്ള ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വന്നത്. ഇവിടെ ഒരു ഗൺമെറ്റൽ ഫിനിഷാണ് ഈ ഒരു വേരിയൻറ്റിൽ വന്നിട്ടുള്ളത്. നമ്മൾ നേരെ ഇൻറ്റീരിയറിൽ കയറി. നമ്മൾ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ വാഹനത്തിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടില്ല. അത് ഈ വേരിയൻറ്റിലില്ല. അപ്പം നമ്മൾ കീ ഇട്ട് വേണം ഇഗ്നിഷൻ ഓൺ ആക്കാൻ. അങ്ങനെ വാഹനം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കണ്ടോ, 2 അനലോഗ് ക്ലസ്റ്ററും കൊടുത്തിട്ടുണ്ട്. ചെറിയ ഡിസ്പ്ലേ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ വന്നുള്ളത്. അതിൽ വാണിംഗ് ലൈറ്റും കാരണം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇത് കൺട്രോൾ ചെയ്യുന്ന നോബ് തന്നെ വന്നുള്ളത്. ഓഡിയോ, ഡ്രൈവിംഗ് ഡാറ്റ, വെഹിക്കിൾ സെറ്റിങ്സ്, ടെലിഫോണ്, റേഞ്ച്, ട്രാവൽ ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ്, എക്കണോമി, അങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കൽ പാഡൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നിട്ടുള്ളത്. ടോർക്ക് കൺവെർട്ടർ ട്രാൻസ്മിഷൻ വന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഇൻഫോർട്ടേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് 10 ഇഞ്ചാണ് ഫുൾ ഓപ്ഷനിൽ വരുന്നത്. ഇതിൽ നമുക്ക് നാവിഗേഷൻ, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. ട്രാഷനുകൾ ഓഫ് ചെയ്യുന്ന ഒരു ബട്ടൺ. സെറ്റിങ്സ് പോവുകയാണെങ്കിൽ സെറ്റിങ്സ് കാറ്, ലൈറ്റ് സിസ്റ്റം, ഡ്രൈവ് ടൈം, ഡേറ്റ്,
സർവീസ് ഹിസ്റ്ററി അങ്ങനെ സർവീസ് ടൈമും കാര്യങ്ങളൊക്കെ എല്ലാം അറിയാൻ പറ്റുന്നത്. നേരെ മെനു നോക്കിയിട്ട് അടുത്ത് നോക്കാം. അതായത് നമ്മളെ AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്, AC കൺട്രോൾസ് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫുൾ ഓപ്ഷനിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ ഒരു സ്വൈപ്പിൻ്റെ രീതിയിൽ വന്നിട്ടുള്ളത്. നമ്മൾ ജർമ്മനി മഹലിൽ കാണുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഓട്ടോ ഹോൾഡിൻ്റെ ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഓഫായി. പിന്നെ വയർലെസ് ചാർജിങ് പോർട്ട് അതിൽ വന്നിട്ടില്ല. നമ്മൾ ഫുൾ ഓപ്ഷനിൽ വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഒരു 2 ലെഗിൽ ചാർജിങ് സോക്കറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ 2 സി പോർട്ടിന് ചാർജിങ് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ്, ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ്, ആൻഡ്രോയിഡ് സ്റ്റൈൽ കുറച്ച് സ്റ്റോറേജ് സ്പേസ്. മാത്രമല്ല ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ഇത് സപ്പോർട്ട് നമുക്ക് കുറച്ചും കൂടി സ്ലൈഡ് ചെയ്യാൻ പറ്റും, ആ രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ വന്നിട്ട് സൺറൂഫ് മിസ്സായിക്കണം. ഇത് ഫുൾ ഓപ്ഷനിൽ സൺറൂഫ് ഉണ്ട്, ഈ ഒരു പേരിൽ സൺറൂഫ് ഇല്ല. സൺ ഗ്ലാസ് ഹോൾഡർ, മേലെ ഡിമ്മേണ്, റിവ്യൂ മിറർ, ലാമ്പ്, അത് നല്ല വിസിബിലിറ്റി ഉണ്ട് കേട്ടോ, നല്ല വിസിബിലിറ്റി ലാമ്പ് കൊടുത്തത്. പാസഞ്ചറിൽ ഫയൽ പോക്കറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒരു മിറർ കൊടുത്താണ് പാസഞ്ചറിൽ. ആ രീതിയിലാണ് ഇതിന്റെ കോക്പിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എങ്ങനെ നോക്കിയാലും ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു ഡിസൈനാണ് ഈ വാഹനത്തിൽ വന്നത്. നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല ലെഗ് റൂമുള്ളൊരു വേരിയൻ്റ്, അത് നല്ല സ്പേസസിലൊരു സെക്കൻഡ് റോണ് വന്നിട്ടുള്ളത്. ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, ലോക്കിൻ്റെ, പിന്നെ പവർ വിൻഡോ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ സെക്കൻഡ് റോക്കിനെ കയറിയിരുന്നാൽ അത്യാവശ്യം ലെഗ് റൂം ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് കണ്ടോ. അതുപോലെ തന്നെ നമുക്ക് AC വെൻറ്റസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 സീ പോർട്ടും ചാർജിങ് സോക്കറ്റും വന്നിട്ടുണ്ട്. നല്ലൊരു കംഫർട്ടുള്ള സീറ്റ്സ് അവിടെ കൊടുത്തുള്ളത്. നല്ല ഹെഡ് റൂമിൽ അത്യാവശ്യം നല്ല ഹെഡ് റൂം ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. വാവ്. പിന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡർ, നമ്മൾ ആൻഡ്രസിൽ 2 കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്, റിയറിൽ 2 ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പ്രസ് ചെയ്താണ് ലാമ്പ് ഓപ്പൺ ആണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട് കേട്ടോ, കണ്ടോ, അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള വന്നുള്ളത്. പിന്നെ ഇതാണ് കീ വന്നുള്ളത്, ഫ്ലിപ്പ് കീ, പിന്നെ ലോക്ക് അൺലോക്ക്, ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കി പട്ട, ആ രീതിയിൽ വന്നിട്ടുള്ളത്. നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 1 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനെ വന്നുള്ള ഇൻലൈൻ 4 സ്ട്രോക്ക്, ഏകദേശം 115 BHP പവറും 178 Nm ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ്. അത്യാവശ്യം നല്ലൊരു പ്രൊഫിഗസ് വരുന്ന ഒരു എഞ്ചിൻ ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മൾ സ്കോഡ കുഷാക്കിൻ്റെ ഡീറ്റെയിൽസ് അറിയുള്ളത്. അപ്പോൾ ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 15,74,000 രൂപ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ താഴെ കൊടുത്തത്. സൈനിങ് ഓഫ്.